ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഒരാളെ അനശ്വരനാക്കുന്നത് അയാളുടെ അധികാരമോ അയാളുടെ സമ്പത്തോ അയാളുടെ കുലമഹിമയോ ഒന്നുമല്ല. ആ വ്യക്തി ഈ സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാളെ അനശ്വരനാക്കുന്നത്. അവനവൻ ചെയ്യുന്ന സൽക്രമങ്ങളെ മാത്രമേ സ്വന്തം കാലശേഷവും അവനെപ്പറ്റി മറ്റുള്ളവർ സ്മരിക്കുന്ന ഒരവസ്ഥയുണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ പരോപകാരം ചെയ്യാത്തവനെ സമൂഹം നല്ല കണ്ണോടെ ഒരിക്കലും കാണില്ല. ചിലർ ജീവിതത്തിൽ മറ്റുള്ളവർക്കോ സമൂഹത്തിനോ വേണ്ടി ഒരു സൽക്രമവും ചെയ്യാറില്ല. എല്ലാം തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രമെന്ന മട്ടിൽ. അവരാണെങ്കിലോ മറ്റുള്ളവരുടെ ഔദാര്യം ആവോളം ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ മാന്യൻ എന്ന് സ്വയം വിലയിരുത്തുന്ന ഇവർ തൻ്റെ അയൽപക്കത്തിന് പോലും ഒരു സഹായവും ചെയ്യാറില്ല. ഞാൻ ആരോ എന്ന ചിന്ത വെച്ചു പുലർത്തുന്ന ഇവർ മറ്റുള്ളവരുടെ ശാപത്തിന് പാത്രമായി തീരുന്നു. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് പോലും തടസ്സമായി നിൽക്കുന്ന ഈ കൂട്ടരുടെ വിയോഗം പോലും മറ്റുള്ളവർക്കൊരു ആശ്വാസമായിട്ട് കരുതപ്പെടുന്നു. അവരെ ഓർക്കുമ്പോൾ പോലും ഒരു ദുഷ്ടൻ എന്ന നാമധേയം അവർക്ക് ഉച്ചരിക്കേണ്ടി വരുന്നു. എന്നാൽ തൻ്റെ ജീവിതവും കർമ്മങ്ങളും മറ്റുള്ളവർക്ക് സഹായമായി വർത്തിച്ചവരെ സമൂഹം എന്നും ആദരവോടെ മാത്രമേ സ്മരിക്കുകയുള്ളൂ. സമൂഹത്തിന് ആ വ്യക്തി ചെയ്ത നല്ല കാര്യങ്ങളെ എപ്പോഴും അവർ സ്നേഹത്തോടെ ഓർക്കുകയും ആ വ്യക്തിയുടെ കുടുംബത്തോടു പോലും ബഹുമാനം കാണിക്കുകയും ചെയ്യും. എല്ലാ നന്മകളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മനസ്സിലെ ദൈവിക ചൈതന്യമാണ്. മനസ്സിൽ ദുഷ്വിചാരവും ചിന്തയുമുള്ളവർക്ക് ഒരിക്കലും സൽക്രമങ്ങൾ ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞാൽ തന്നെ അത് സ്വീകാര്യയോഗ്യമാവുകയുമില്ല.